ബി ജെ പിയുടെ ജോമോൻ ചക്കാലക്കിലേക്ക് വരികയാണ്. കാൽ നൂറ്റാണ്ടിന് ശേഷം 27 കൊല്ലത്തിന് ശേഷം ദില്ലി തിരിച്ചു പിടിക്കാൻ പോകുന്നു ബി ജെ പി എന്ന പ്രതീതി എക്സിറ്റ് പോളുകൾ അതിൻ്റെ ഫലം വന്നതിന് ശേഷം ഇന്ത്യയിൽ പരന്നിട്ടുണ്ട്. രാഷ്ട്രീയ ഇന്ത്യയാകെ ഈ ഫലത്തിന് വേണ്ടി ഉറ്റുനോക്കി നിൽക്കുകയാണ്. ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ വിലയിരുത്തുന്നു? എന്താണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ? ചക്കാലക്കൽ. ആദ്യമേ എല്ലാ കൈരളിയുടെ പ്രേക്ഷകർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രാവിലെ നോക്കിക്കാണുന്നത്. സുഷമ സ്വരാജാണ് അവസാനമായി അവിടെ ഞങ്ങൾക്ക് വന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടെ മറ്റൊരു ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ അധികാരമേൽക്കാൻ പോകുന്നു എന്നതാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം. ഇവിടെ നമുക്കറിയാം, ഇവിടെ മുൻ മാധ്യമ പ്രവർത്തകനും AAPയുടെ പ്രതിനിധിയൊക്കെ നമ്മളോട് സംസാരിക്കും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ പാർട്ടി ഇന്ത്യയിൽ നിലവിൽ വരുന്ന അഴിമതിക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അങ്ങനെ വന്ന ഒരു പാർട്ടിയുടെ അതിന്റെ സ്ഥാപക നേതാവ് തന്നെ കോടതി അഴിമതി കേസിൽ അകത്തിടുന്നു എന്ന് വരുമ്പോൾ ഇത്രയും വലിയ ദുരന്തം ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു 20 സീറ്റിനുള്ളിൽ ആ AAP ഒതുങ്ങിപ്പോകും എന്നത് ഒരു വാസ്തവമായ സത്യമാണ്. ഇന്ന് ഉച്ചയോടുകൂടെ നമ്മളെല്ലാവരും ആ സത്യത്തിലേക്ക് നീങ്ങേണ്ടി വരും. ഇപ്പോൾ അവരുടെ ആശങ്കകളും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക എല്ലാം ഇപ്പോൾ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾക്ക് ഇത്ര ലഭിക്കും, ഇത്ര കിട്ടും എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥമായി ഇന്ന് സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടെ BJP 45-ലധികം സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷത്തോടു കൂടി BJP ഭരണത്തിലേക്ക് വരും എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ സമയത്ത്. തിരിച്ചു വരാം ചക്കാലക്കൽ. BJPയും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തിരിച്ചു പിടിക്കും ദില്ലി എന്ന് BJPയുടെ പ്രതിനിധി ജോമോൻ ചക്കാലക്കൽ ഉറപ്പിച്ചു പറയുന്നു.